വാർത്തകളുമായി ഫോക്കസ് വേൾഡ്. സ്വാഗതം പുതിയൊരു അധ്യായത്തിലേക്ക്. കുവൈത്തിലെ മംഗഫിൽ ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ 41 പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇതിൽ 7 പേരുടെ നില ഗുരുതരമാണ്. മരിച്ചവരിൽ 25 മലയാളികളും ഒരു തമിഴ്നാട് സ്വദേശിയും ഒരു ഉത്തരേന്ത്യക്കാരുമടക്കം ഒട്ടേറെ ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് സൂചന. മരണസംഖ്യ കൂടിയേക്കും. തുടർച്ചയായ 3-ാം തവണ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റു. ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലെ തന്റെ ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. കർഷക ക്ഷേമ പദ്ധതിയായ PM കിസാൻ നീതിയുമായി ബന്ധപ്പെട്ട ഫയലാണ് അധികാരമേറ്റ ശേഷം മോദി ആദ്യം ഒപ്പുവെച്ചത്. കിസാൻ നീതിയുടെ 17-ാം ഗഡു വിതരണം ചെയ്യുന്നത് അനുവദിച്ചുകൊണ്ടുള്ളതാണിത്. ഏകദേശം 20,000 കോടി രൂപയാണ് വിതരണം ചെയ്യുക. 9.3 കോടി കർഷകർക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കും. ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അടക്കം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ഇപ്പോഴുള്ള ബഹിരാകാശ സഞ്ചാരികളെ ആശങ്കയിലാക്കി നിലയത്തിൽ അപകടകാരിയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ആന്റി മൈക്രോബിയൽ മരുന്നുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മൾട്ടി റാക്ക് റെസിസ്റ്റന്റ് ബാക്ടീരിയയായ എൻറോബാക്ടർ ബുഗാഡാൻസിസ് ശ്വാസകോശത്തെ മാരകമായി ബാധിക്കുന്നവയാണ്. നീറ്റ് UG 2024 പരീക്ഷയുടെ പേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കണമെന്ന ഹർജിയിൽ ചൊവ്വാഴ്ച സുപ്രീം കോടതി നിലപാട് കടുപ്പിച്ചു. പരീക്ഷകളുടെ പവിത്രതയെ ബാധിച്ചുവെന്നും ഞങ്ങൾക്ക് കൃത്യമായ മറുപടി ആവശ്യമുണ്ടെന്നും കോടതി പറഞ്ഞു. വിഷയത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയുടെ പ്രതികരണം തേടിയിട്ടുണ്ട്. ഗാസ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി പാസാക്കിയ ഗാസ വെടിനിർത്തൽ പ്രമേയം ഹമാസ് അംഗീകരിച്ചു. The draft resolution has been adopted as resolution 2735. ഇനി ഇസ്രായേൽ കൂടി അനുകൂല അഭിപ്രായം അറിയിച്ചാൽ ഇതിനോടകം 37,164 ഫലസ്തീൻകാരുടെ ജീവനെടുത്ത ഘോര യുദ്ധത്തിൽ വെടിനിർത്തലിന് വഴിതെളിഞ്ഞേക്കും. പ്രമേയത്തെ ഹമാസ് പിന്തുണച്ചത് പ്രതീക്ഷ നൽകുന്നതായി US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. This is a critical moment because we see the possibility, we see the prospect of an immediate ceasefire, of getting all the hostages home, of getting on the path to a durable resolution to the conflict in Gaza. റോം മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് യുക്രൈന് $5,000 കോടി സഹായം നൽകാൻ G7 ഉച്ചകോടിയിൽ തീരുമാനമുണ്ടായേക്കും. ഈ വർഷം അവസാനത്തോടെ സഹായം കൈമാറാൻ കൂട്ടായ്മയിലെ അംഗരാജ്യങ്ങൾ തമ്മിൽ ധാരണയിലെത്തിയതായി ഫ്രഞ്ച് പ്രസിഡന്റുമായി ചേർന്ന അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ കാഴ്ചകളുമായി അടുത്ത വാരത്തിൽ.